നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പമ്പയിലെത്തിയ അയ്യപ്പനെ കൈവച്ച പിണറായിക്ക് കാലക്കേട്. ആഗോള അയ്യപ്പ സംഗമ ഉഡായിപ്പിൽ കലിയിളകി ഹൈക്കോടതി. അയ്യപ്പ സംഗമ ദൂർത്തിന്റെ സകലമാന കള്ളക്കളികളും പുറത്തു വന്നിരിക്കുകയാണ്. തിരിമറികൾ കോടതി കയറിയതോടെ മുട്ടിടിച്ചിരിക്കുകയാണ് പിണറായിക്ക്. അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡ് പണം മുടക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ 2 കോടിയോളം രൂപ അഡ്വാൻസായി ദേവസ്വം ബോർഡ് നൽകിയത്. സ്വർണ്ണക്കൊള്ളയിൽ കലി കയറി നിൽക്കുന്ന കോടതി ഈ വിഷയം കൂടി അറിഞ്ഞതോടെ പൊട്ടിത്തെറിക്കുന്നു. CM ഓഫീസിലേക്ക് തീ തുപ്പുകയാണ് ജഡ്ജി. ആഗോള അയ്യപ്പ സംഗമമാണോ അതോ സുഖവാസ സംഗമമാണോ പിണറായി നടത്തിയത്? അടിമുടി ധൂർത്ത് നടത്തിയതിന്റെ തെളിവായി മാറുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട്. മൊത്തം 10.99 കോടി രൂപ സംഗമത്തിന് ചെലവായി എന്ന് ഇതിൽ വ്യക്തമാകുന്നു. ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ എടുക്കുകയും അതിൽ 3 കോടി രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ 2.64 കോടി, ദേവസ്വം ഫണ്ടിൽ നിന്നുള്ള 2 കോടിയും ബാങ്ക് പലിശയും ചേർത്ത് 6.46 കോടി രൂപയാണ് ഇതുവരെ കൊടുത്തു തീർക്കാനായത്. 4.35 കോടി രൂപ ഇനിയും കൊടുക്കാനുണ്ട്. ബജറ്റിൽ നിശ്ചയിച്ചതിലും ഉയർന്ന നിരക്കിലാണ് മിക്കതും ചെലവാക്കിയിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഉപഹാരമായി നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കൃത്യമല്ലെന്നാണ് വിവരം. പല സാധനങ്ങളും വാങ്ങിയതിന്റെ ബില്ലുകളില്ല. സംഗമം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി തലേ ദിവസം പമ്പയിലെത്തിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയുമാണ് വാങ്ങിയത്. ഇതുപോൽ ദേവസ്വം മരാമത്ത് ഓഫീസിലുണ്ട്. 4000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ ടാപ്പുകളും സ്ഥാപിക്കാൻ 4.8 ലക്ഷം രൂപ ചെലവായതായും കാണിച്ചിരിക്കുന്നു. എന്നാൽ വാങ്ങിയ സാധനങ്ങൾ സ്വത്ത് വകയായി കാണിച്ചതിൽ ഈ വാട്ടർ ടാങ്ക് കാണുന്നില്ല. കോടതിയെ പേടിച്ച് പരിപാടിയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരും CPM-ഉം ഇപ്പോൾ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു. വിവാദമായ കരാറുകളിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സഹസ്ഥാപനമായ IIICക്ക് ഇനി നൽകാനുള്ള തുക വേണ്ടെന്ന് വെപ്പിക്കാനാണ് രാഷ്ട്രീയ ധാരണ. ഇതോടെ ദേവസ്വം ബോർഡിന്റെ പൊതു ഫണ്ടിൽ നിന്നുള്ള വൻ ചോർച്ച ഒഴിവാകുമെന്നും ഖജനാവിന് നഷ്ടമുണ്ടാകില്ല എന്നും ഉറപ്പാക്കാനാണ് നീക്കം. വിവാദം കോടതിയുടെ കടുത്ത പരാമർശങ്ങളിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് CPM നേതൃത്വം ഇടപെട്ട് ഊരാളുങ്കലുമായി സംസാരിച്ച് വിട്ടുവീഴ്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. ടെൻഡർ ഇല്ലാതെ പന്തൽ നിർമ്മാണം അടക്കമുള്ള കരാറുകൾ നൽകിയതിലും 10% അധിക തുക അനുവദിച്ചതിലും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഊരാളുങ്കലിന് മാത്രം 4.04 കോടി രൂപ കൂടി നൽകാനുണ്ടെന്നായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ട്. എന്നാൽ ബില്ലുകളിലും GST രേഖകളിലും സുതാര്യതയില്ലാത്തതിനാൽ ഈ തുക നൽകുന്നത് ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഈ സാഹചര്യത്തിലാണ് ബാക്കി തുക എഴുതിത്തള്ളാൻ ഊരാളുങ്കലിനോട് CPM-ഉം സർക്കാരും ആവശ്യപ്പെടുന്നത്. ഇതോടെ കണക്കുകൾ സെറ്റിൽ ചെയ്യാനും കോടതിയിലെ തിരിച്ചടി ഒഴിവാക്കാനും ബോർഡിന് സാധിക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സംബന്ധിച്ച് ഫെബ്രുവരി 7-ന് ദേവസ്വം ബോർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡ് പണം മുടക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ റിലീജിയസ് കൺവെൻഷൻ നടത്താനുള്ള ഫണ്ടിൽ നിന്ന് അഡ്വാൻസായി പണം നൽകിയെന്നും സ്പോൺസർഷിപ്പ് തുക കിട്ടിയപ്പോൾ തിരികെ നിക്ഷേപിച്ചു എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞിരുന്നത്. ദേവസ്വം ബോർഡിന്റെ 2 കോടിയുടെ പൊതു ഫണ്ട് ഇതുവരെ തിരിച്ചു കിട്ടിയില്ലെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വാസവൻ നിയമസഭയിൽ പറഞ്ഞത് അടിമുടി കള്ളമാണ്. ഇത് മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നിരിക്കുന്ന വലിയൊരു കൊള്ളയുടെ മറ്റൊരു വിവരവും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. സൈബർ സഖാക്കളുടെ കണ്ണിലെ കരടും കേരളത്തെ ഹൈന്ദവവൽക്കരിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ പമ്പയിൽ നടന്നത് വൻ തട്ടിപ്പാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലാണ് ഭക്തിയുടെ മറവിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നതായി ആരോപണം ശക്തമാകുന്നത്. സംഗമത്തിന് എത്താതിരുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് എഴുതി മാറ്റിയ ദേവസ്വം ബോർഡിന്റെ നടപടി ഭക്തലക്ഷങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചിട്ടില്ലെന്ന് സംഘാടകർ തന്നെ വ്യക്തമാക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തുവരുന്നത്. അന്ന് രാവിലെ ഭക്തിഗാന സദസ്സ് നടത്തിയത് ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ തുക കൈപ്പറ്റിയതായി കാണിച്ചിരിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരാണ്. 2 ലക്ഷം രൂപ മാത്രം ബജറ്റ് നിശ്ചയിച്ചിരുന്ന കലാപരിപാടിക്ക് എങ്ങനെ 8 ലക്ഷത്തിന്റെ ബില്ല് വന്നു എന്നത് ദുരൂഹമാണ്. പമ്പയിലോ സന്നിധാനത്തോ തങ്ങൾ ഇതുവരെ പരിപാടി അവതരിപ്പിച്ചിട്ടില്ലെന്ന് നന്ദഗോവിന്ദം ഭജൻസ് പ്രവർത്തകർ തന്നെ തുറന്നു പറഞ്ഞതോടെ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്.
സൗജന്യമായി പാടിയ വിജയ് യേശുദാസിനെയും വീരമണി രാജുവിനെയും പോലുള്ള പ്രമുഖരുടെ കണക്കുകൾ റിപ്പോർട്ടിലില്ലാത്തപ്പോൾ വരാത്തവർക്ക് 8 ലക്ഷം നൽകിയെന്ന കണക്ക് അവിശ്വസനീയമാണ്. സ്വകാര്യ ഏജൻസിയെ കൊണ്ട് ദേവസ്വം ബോർഡ് ചെയ്യിച്ച ഓഡിറ്റിംഗിലെ ഈ ക്രമക്കേടുകൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഫെബ്രുവരി 27-നകം ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് വി ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ച് പിണറായി വിജയൻ പറഞ്ഞതെന്തായിരുന്നു? ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുമെന്ന്. അതും പറഞ്ഞ് നടത്തിയ പരിപാടിയിൽ തന്നെ വലിയ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. എന്ത് വിലയാണ് ഈ പിണറായിയുടെ വാക്കുകൾക്കുള്ളത്? എന്ത് വിശ്വസിച്ചാണ് പിണറായിക്കൊപ്പം ജനം നിൽക്കുന്നത്? കാലാകാലങ്ങളായി ശബരിമലയെ വെച്ച് കള്ളക്കളികൾ, ക്രമക്കേടുകൾ, വിശ്വാസവഞ്ചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനം അത് ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് കോടതിയിൽ എത്തുമ്പോൾ 27-ാം തീയതി ദേവസ്വം ബോർഡിന്റെ തല പിളരും. കാരണം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ കള്ളക്കളിയുടെ സകലമാന വിവരങ്ങളും കോടതി ചോദിക്കും. ദേവസ്വം ബോർഡ് വാ പൊളിച്ച് നിൽക്കേണ്ടി വരും. നേരെ ഭരണകൂടത്തിനും കിട്ടും നല്ല ഒന്നാം തരം അടികൾ. കാരണം ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ളയിൽ തന്നെ ഹൈക്കോടതി കലി കയറി നിൽക്കുകയാണ്. കട്ടായം ഈ കൊള്ള നടത്തിയവർക്കെതിരെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ നടന്നിരിക്കുന്ന വലിയ കള്ളത്തരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്നത് PS പ്രശാന്താണ്. PS പ്രശാന്ത് അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. അതുകൊണ്ട് PS പ്രശാന്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകുന്നുണ്ട്. അയ്യപ്പനേക്കാൾ വലിയ ദൈവം എന്ന മട്ടിലായിരുന്നു പമ്പയിൽ പിണറായിയുടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോഴുണ്ടായിരുന്ന ഒരു അഹങ്കാരം. തത്വമസി അത് നീയാകുന്നു എന്ന് അയ്യപ്പൻ പറഞ്ഞത് ഭക്തനും ഞാനും ഒന്നാണെന്ന സന്ദേശമാണ്. പക്ഷേ പിണറായി ധാർഷ്ട്യത്തിൽ അതെ അത് ഞാനാകുന്നു എന്ന ധിക്കാരത്തിലാക്കി. വ്രതമെടുത്ത് ഏറ്റവും ഭക്തിയോടെ എളിമയോടെയാണ് ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ മലയിലെത്തി അയ്യപ്പനെ കാണാനെത്തുന്നത്. അവിടെയാണ് പിണറായി ഞാൻ എന്ന ഭാവം കൊണ്ട് പമ്പയിലെത്തി ആഗോള ഉഡായിപ്പ് സംഗമം നടത്തിയത്. അതിനുള്ള പണി ദേ ഇപ്പോൾ അയ്യപ്പൻ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ പിണറായി ധൂർത്ത് നടത്തിയ വിവരം പുറത്തു വന്നതോടെ ജനരോഷം ആളിക്കത്തുന്നുണ്ട്. ശബരിമലയെ നിരന്തരം കളങ്കപ്പെടുത്തുകയാണ് ഈ ഭരണകൂടം എന്ന് വിശ്വാസികൾ പൊട്ടിത്തെറിക്കുന്നു. അത് മാത്രമല്ല, ഈ സർക്കാരിന് നേരെ അയ്യപ്പൻ്റെ കോപം വലിയ രീതിയിലുണ്ടെന്നാണ് വിശ്വാസികൾ പറഞ്ഞു വെക്കുന്നത്. കാരണം പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം നടത്തി അത് പരിപാടി കഴിഞ്ഞ് ക്ലിഫ് ഹൗസിൽ എത്തുന്നതിന് മുൻപാണ് ശബരിമലയിൽ നടന്ന കൊള്ളയുടെ വിവരം പുറത്തേക്ക് വന്നത്. അതോടെ തീർന്നില്ലേ ഇടതിൻ്റെ ഫ്യൂസ്.